ഞാൻ എത്ര വർഷം കൊണ്ട് അനുഭവിക്കുന്നൊരു വേദനയാ. നിങ്ങൾക്കറിയാവുന്ന 1 രൂപയെങ്കിലും തന്ന് എന്നെ സഹായിക്കണം. സാധാരണ ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ് എല്ലാം മാറ്റിമറിച്ചത്. അപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റു. ശേഷം ചികിത്സയിലായി. പിന്നാലെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചു വരവെ അവിടെ നിന്നും ഒഴിപ്പിക്കപ്പെട്ടു. കിടപ്പിലായ ഭർത്താവിനെയും കൂട്ടി ശേഷം വാടക വീട്ടിലേക്ക്. കല്ലുവാതുക്കൽ ചിറക്കര സ്വദേശികളാണ് ഈ ദുരിത ജീവിതം നയിക്കുന്നത്. 2018 കൃഷ്ണൻകുട്ടി സൈക്കിളിൽ പോകവെ സ്വകാര്യ വാഹനം ഇടിച്ച് അപകടമുണ്ടായത്. തലക്കേറ്റ ഗുരുതര പരിക്ക് ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ഇത് കല്ലുവാതുക്കൽ മൂലക്കടയിൽ കല്ലുവാതുക്ക പഞ്ചായം. ഞങ്ങൾ 19-ാം വാർഡിലാണ് താമസിച്ചത്. നമുക്ക് ഇവിടെ പുറമ്പോക്കി താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നമുക്ക് വസ്തുവൊന്നുമില്ല. നമ്മളവിടെ ഒഴിപ്പിച്ചപ്പം 1 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് തന്നത്, ഒഴിഞ്ഞോളാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിഞ്ഞ് പോരുന്ന്. വാടകയ്ക്ക് നിവർത്തില്ല, ഈ മനുഷ്യനെ കൊണ്ട് എങ്ങോട്ടോ ഇല്ല. പിന്നെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു. പിന്നെ 8 വർഷമായി വണ്ടി ആക്സിഡൻ്റ് ആയിട്ട്. വണ്ടി ഇടിച്ചത്, കാറിടിച്ചത് കല്ലുവാതുക്ക വെച്ച്. സൈക്കിളിൽ വരുമായിരുന്നു. സൈക്കിളിൽ വരുന്ന വണ്ടി ഇടിച്ച് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ പിന്നെ കൊല്ലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെയായിരുന്നു ചികിത്സയും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ 8 വർഷമായി കേസ് നടക്കുന്നുണ്ട്. ഇപ്പം പറയുന്നത് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ക്ലെയിം കിട്ടത്തില്ല. 8 വർഷം അല്ല പിടിക്കുന്നത്, 15 വർഷമായാലും ഈ കേസ് നിങ്ങൾക്കൊന്നും ആവത്തില്ല. ഇപ്പം അങ്ങനെ വക്കീൽ പറയുന്നത്. പിന്നെ എനിക്ക് ചികിത്സിക്കാൻ ഒരു നിവർത്തില്ല. ഇത്രയും നാൾ ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോയി വാടകയും കൊടുത്ത് ചികിത്സ. മോൻ പഠിക്കുന്നു, പിന്നെ ഇപ്പം 18 വയസ്സായി. +2 വരെ പഠിച്ചോളൂ. ഇനി അച്ഛനെ നോക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോൾ മോനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിവൃത്തിയില്ല. ഇത്രയും നാൾ ഞാൻ നോക്കി. മോൻ്റെ പഠിത്തവും പോയി. മോനെ എനിക്ക് പഠിപ്പിക്കണം, ചികിത്സ ചെയ്യണം. പിന്നെ എനിക്ക് കയറി കിടക്കാൻ ഒരു ഇടവുമില്ല. ഈ 2 കൈക്കും സ്വാധീനമല്ല. ഈ കൈ 2 ഇങ്ങനെ, ഈ കാല്. പിന്നെ രാത്രി കിടന്ന് ഭയങ്കര വിളി. അയൽവാസികളെല്ലാം കേൾക്കും. അവരൊക്കെ ഒന്നും പറയത്തില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. കിടപ്പ് രോഗിയായ കൃഷ്ണൻകുട്ടിയെ കഴിഞ്ഞ 8 വർഷമായി ഭാര്യ ബിന്ദു വീട്ടുജോലികൾക്കും മറ്റും പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ചികിത്സിച്ചു വരുന്നത്. മകൻ +2 പഠനം പൂർത്തിയാക്കിയ ശേഷം ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ ഈ കുടുംബത്തിന്റെ നിത്യ ചിലവുകളും നടന്നു പോകുന്നു. ഇതിൻ്റെ അയൽവാസിയാണ്. ഇവിടെ വാടകയ്ക്ക് വന്നപ്പം തൊട്ടേ ദിവസേന കിടന്ന വിളിയാണ്, ബഹളങ്ങളാണ്. വേദന കൊണ്ടുള്ള വിളിയും ബഹളങ്ങളൊക്കെയാണ്. അവസ്ഥ പാവത്തുങ്ങളാണ്. സാമ്പത്തികമൊന്നുമില്ല. സാമ്പത്തികൻ്റെ വാടകയ്ക്ക് കിടക്കില്ലല്ലോ. ഞങ്ങൾ സഹായിച്ചാലല്ല ആൾ രക്ഷിക്കണ്ടേ. ആശുപത്രി കൊണ്ട് പോകണമെങ്കിൽ ഒന്നിനും നിവർത്തിയില്ല. വാടക വീട്ടിൽ തങ്ങൾക്ക് ഇത്രയേറെ ചിലവുകളും താങ്ങി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്നാണ് ബിന്ദു പറയുന്നത്. മുന്നോട്ടുള്ള ചികിത്സാ ചിലവും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലായ ഇവർക്ക് സഹായത്തിനോ മറ്റോ ആരുമില്ലാത്ത സ്ഥിതിയിലാണ്. ചികിത്സാ ചിലവിനുള്ള തുക കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ വീട്ടമ്മ. എൻ്റെ മോന് പഠിത്തവും പോയി. അവനൊരു ജോലിക്കാരനായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. എൻ്റെ കൈക്ക് തേയ്മാനവും ആയി. നല്ലവരായ എൻ്റെ സഹോദരന്മാർ, ഈ മനുഷ്യനെ എനിക്ക് നൂത്തെടുക്കുവാൻ നിങ്ങളെന്നെ സഹായിക്കും എന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു.